ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. യാത്ര വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ കോയമ്പത്തൂരുള്ള ഇഷ ടെമ്പിൾ ഇല്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ അത്യാവശ്യം നിറഞ്ഞു വരുന്ന ആ ഒരു ശിവന്റെ രൂപം അത് കാണാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അണ്ണനും ശ്രീലക്ഷ്മിയും ചിന്നും ശ്രീനിച്ചേനും കുട്ടികളും നമ്മുടെ സുമിച്ചേച്ചിയൊക്കെ ആയിട്ടാണോ നമ്മുടെ കാറിലാണ് നമ്മൾ പോയത് കേട്ടോ. അവരെല്ലാവരും വീട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ കാറിൽ നമ്മൾ പോയി. കെട്ടും കിടക്കൊക്കെ എടുത്ത് പോകുന്ന കണ്ടെത്തുന്ന ഒരാഴ്ചത്തേക്കുള്ള ട്രിപ്പാണെന്ന്, പക്ഷേ അല്ല, അന്ന് തന്നെ തിരിച്ച് രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ, പോകുന്ന വഴിയിൽ എല്ലാവർക്കും ചായ കുടിക്കണം, ഇത് നമ്മുടെ മുഖ്യമാണ്. ഫുഡ് നമുക്ക് എവിടെ പോയാലും മുഖ്യമാണ്. പിന്നെ കോഫി ഹൗസിൽ കയറി നല്ല ചൂട് കട്ട്ലറ്റും ചായയും. ഞാനാണെങ്കിൽ അവിടുത്തെ മുട്ട ദോശയാണ് ട്രൈ ചെയ്തത്, അടിപൊളിയായിരുന്നു. എനിക്ക് എവിടെ ചെന്നാലും അവിടുത്തെ ബെസ്റ്റ് സ്പെഷ്യലൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ കാറിലിരുന്ന് യാത്ര തുടർന്നു. വേറെ ഒന്നും ഈ വീഡിയോയിൽ കാണൂല, യാത്രകളും ഫുഡും മാത്രമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലായിരുന്നു. കൊല്ലങ്കോട് പോകണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോയത് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ശങ്കരയുടെ ഛർദിലും കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ടായിരുന്നു. കാറിൽ കയറിയ ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ശങ്കരയുടെ വോമിറ്റിങ്. അതൊരു രക്ഷയുണ്ടാവില്ല. കാറിൽ കയറിയാൽ അവൾ അമ്പിയാണ്, പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങിയാൽ അവൾ അന്യനാവും കേട്ടോ. അത് കഴിഞ്ഞതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല തമിഴ്നാട്ട് ചൊവ്വയുള്ള ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ. എനിക്കിഷ്ടമായിട്ടോ. അത് കഴിഞ്ഞ് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുറച്ചെടുത്തു. പിന്നെ എന്താ, ഒരു ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും സൃജ ശങ്കരിയും ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് കുറച്ച് ട്രഡീഷണൽ അല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വേഗം ഓണത്തിനെടുത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോൾ തന്നെ നോക്കിയത് ശിവന്റെ രൂപമാണ്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തല കണ്ടു, ആ ചന്ദ്രക്കലയൊക്കെ വെച്ചിരിക്കണം. നല്ല ഫീലായിരുന്നു അത് കണ്ടപ്പോൾ. അടുത്തോട്ട് ചെല്ലും തോറും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കണ്ടവർക്ക് അറിയാൻ പറ്റും, പക്ഷെ കാണാത്തവർക്ക് ഇതൊരു വീഡിയോ അവർക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്താ, ഒത്തിരി വീഡിയോസും ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ. കുട്ടികൾക്കാണെങ്കിലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ നമുക്കൊരു മിസ്സായ കാര്യം എന്താ വെച്ചാൽ ലൈറ്റിംഗ് ഒന്നും കാണാൻ പറ്റിയില്ല. രാത്രിയാണല്ലോ ലൈറ്റിംഗ് വരുന്നത്. അത് അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല. തിരിച്ചു വരുന്ന വഴിയും ശങ്കരി അത്യാവശ്യം നന്നായിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടായിട്ടോ. ആൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നെന്ന് വേണം പറയാനായിട്ട്. പിന്നെ നമ്മൾ തട്ടുകടയിൽ കയറി നല്ല ചപ്പാത്തിയും നല്ല ചൂട് ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അതും കഴിച്ച് കട്ടനും അടിച്ച് അവിടെ നിന്ന് പോന്നു. എല്ലാവരും വീട്ടിലോട്ട് പോയി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.